നമസ്തേ. സായം സന്ധ്യയിലേക്ക് എല്ലാവർക്കും സുസ്വാഗതം. ഞാൻ ശാന്ത ഉണ്ണികൃഷ്ണൻ. ഭൂതനാഥ സദാനന്ദ സർവഭൂതദയാപര രക്ഷ മഹാബാഹോ ശാസ്ത്രേ തുഭ്യം നമോ നമ. മൂകം കരോതി വാചാലം പങ്കും ലംഘയതേ ഗിരിം യൽകൃപാതമഹം വന്ദേ പരമാനന്ദമാധവം. നമ്മൾ എന്ത് ഭാഗ്യശാലികളാണല്ലേ. ഇപ്പം നമുക്കങ്ങനെ ആഘോഷങ്ങളും ഉത്സവങ്ങളും ഒക്കെ അങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പം തിരുവാതിര കഴിഞ്ഞു. ഇനി അടുത്തതായിട്ട് മകരവിളക്കാണ്. ചൊവ്വാഴ്ചയാണ് മകരവിളക്ക്. അതായത് മകരവിളക്ക് എന്താണെന്ന് എല്ലാവർക്കും അറിയാം ഇല്ലേ. നമ്മൾ മകരവിളക്കിനെ കുറിച്ച് ഓർക്കുമ്പോൾ നമ്മുടെ അയ്യപ്പസ്വാമിയെ കുറിച്ചല്ലാതെ മറ്റൊന്നും നമുക്ക് ഓർക്കാനില്ല. പക്ഷേ എന്താണ് മകരവിളക്ക്? ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കേരളത്തിൽ മാത്രമല്ല, എല്ലായിടത്തും ഇത് വേറെ ഓരോരോ പേരിൽ ആഘോഷിക്കുന്നുണ്ട്. നമ്മളുടെ തൊട്ട് അടുത്ത സംസ്ഥാനമായ തമിഴ്നാട്ടിൽ ഇത് പൊങ്കലാണ്. അതേസമയം കർണാടകത്തിലാകട്ടെ സംക്രാന്തിയാണ്. നമ്മൾ പണ്ട് സംക്രാന്തി എന്ന് പറയില്ലായിരുന്നു, 1-ാം തീയതി സംക്രാന്തി എന്നൊക്കെ പറ. ആ സംക്രാന്തിയാണ് അവർക്ക്. അങ്ങനെ ഇത് നമ്മുടെ ഒരു സങ്കല്പം അനുസരിച്ച് ഉത്തരായനവും ദക്ഷിണായനവും 2 കാലമുണ്ട്. അതായത് സൂര്യൻ ഉത്തരദിശയിലേക്ക് പോകുന്നതാണ് ഉത്തരായനം, ദക്ഷിണ സ്ഥലത്തേക്ക് പോകുന്ന ദക്ഷിണായനം. നമ്മൾ കേട്ടിട്ടില്ലേ, ഉത്തരായനം ഒരു പുണ്യകാലമായിട്ടാണ് നമ്മൾ കണക്കാക്കുന്നത്. നമ്മുടെ ഭീഷ്മ പിതാമഹൻ ശരശയ്യയിൽ ഉത്തരായനം വരാനായിട്ട് കാത്തിരുന്നത് നമ്മളെല്ലാം കേട്ടിട്ടുണ്ട്. അദ്ദേഹം സ്വച്ഛന്ത മൃത്യു ആയതുകൊണ്ട് അദ്ദേഹത്തിന് ഇഷ്ടമുള്ളപ്പം മരിക്കാം. അങ്ങനെ ഉത്തരായന കാലം ആയതിനു ശേഷമാണ് അദ്ദേഹം ഇഹലോകവാസം വെടിഞ്ഞത്. ഈ ഉത്തരായനം തുടങ്ങുന്ന ഈ മകരം 1-ാം തീയതിയാണ്. അതാണ് മകരത്തിൻ്റെ ഒരു പ്രസക്തി. പിന്നെ നമ്മുടെ ശബരിമലയെ സംബന്ധിച്ചിടത്തോളം പറഞ്ഞാൽ ഒരു ചിശ്ചിക മാസത്തിൽ തുടങ്ങുന്ന തീർത്ഥാടന കാലം പര്യവസാനിക്കുന്നത് ഈ മകരവിളക്കിനാണ്. നമ്മളെ എല്ലാവരും അതോടുകൂടി പിന്നെ ഒരു വർഷത്തെ എന്ന് വേണമെങ്കിൽ പറയാം അടുത്ത വൃശ്ചികം വരെയുള്ള കാത്തിരിപ്പാണ്. ഇനി പറഞ്ഞു കഴിഞ്ഞാൽ ചില മകരവിളക്കിന് നമ്മളുടെ ശബരിമലയിലുണ്ട്. നമുക്കത് ഓരോന്നും നോക്കാം. അന്നത്തെ ദിവസം കവടിയാർ കൊട്ടാരത്തിൽ നിന്ന് കൊണ്ടുവരുന്ന നെയ്യ് കൊണ്ട് ഒരു പ്രത്യേക ഒരു അഭിഷേകമുണ്ട്. അത് തന്നെയല്ല, നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട ചടങ്ങല്ലേ തിരുവാഭരണം ചാർത്തിയുള്ള ദീപാരാധന. പിതാവിൻ്റെ സ്ഥാനമുള്ള പന്തളത്ത് രാജാവ് മകൻ സന്യാസിയായി നമ്മുടെ അയ്യപ്പൻ എന്നിട്ട് ശാസ്താവിൽ അയ്യപ്പൻ്റെ തേജസ് ധർമ്മശാസ്താവിൽ വിലയം പ്രാപിച്ചു എന്നാണല്ലോ നമ്മളൊക്കെ കേട്ടിട്ടുള്ളത്. അന്നേരം ആ ഒരു ദിവസമെങ്കിലും മകനെ ഒരു രാജകുമാരനായിട്ട് കാണാനുള്ള ആഗ്രഹം കൊണ്ട് ആ ഒരു ദിവസം, അതായത് ഈ മകരവിളക്കിൻ്റെ അന്ന് ധരിക്കാനുള്ള ആഭരണങ്ങളൊക്കെ അവിടുന്ന് കൊടുത്തുവിടും. 3 പെട്ടിയിലാണ് ആഭരണങ്ങൾ കൊടുത്തുവിടുന്നത്. ഒന്ന് പണ്ട് ഉണ്ടായിരുന്ന ആമാടപ്പെട്ടി, പിന്നെ ഒന്ന് വെള്ളിപ്പെട്ടി എന്നാണ് പറയുന്നത്, 3ാമത്തേത് കൊടിപ്പെട്ടി. ഈ സ്വർണ്ണാഭരണങ്ങൾ തങ്കത്തിൽ തീർത്തിയ ആഭരണങ്ങളാണെന്നാണ് പറയുന്നത്. അതെല്ലാം ഈ ആമാടപ്പെട്ടിയിൽ സ്വർണ്ണപ്പെട്ടിയിലുണ്ട്. അടുത്ത പെട്ടിയിൽ ഇത് എന്താ പറയുക, കുറേ രൂപങ്ങളൊക്കെയാണ്. ആനയുടെ, പുലിയുടെ, കുതിരയുടെയൊക്കെ രൂപങ്ങളുണ്ട്. അതിലേറ്റവും വിശേഷമായിട്ടുള്ള പൂർണ്ണ, പുഷ്കല എന്നിവരുടെ ഓരോ രൂപങ്ങളുമുണ്ട്. അങ്ങനെ സ്വന്തം മകനെ ഒരു രാജാവായിട്ട് കാണാനുള്ള ഒരു ആഗ്രഹത്തിൻ്റെ ഒരു പ്രതിബിംബമാണ് ഈ നമ്മളിതിൽ കാണുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ട ചടങ്ങ് അത് തന്നെയാണല്ലോ. അന്ന് സ്വർണ്ണാഭരണം എല്ലാം ചാർത്തി മണികണ്ഠൻ അങ്ങനെ വിരാജിക്കുന്ന ആ ഒരു ചിത്രം, അത് അവിടുന്ന് രാജപ്രതിനിധിയാണ്. പന്തളം കോയിക്കൽ കൊട്ടാരത്തിലാണ് ഈ ആഭരണമൊക്കെ വച്ചിരിക്കുന്നത്. അവിടെ നിന്ന് വളരെ ആഘോഷപൂർവ്വം കൊണ്ടുവന്ന് ഈ മകരവിളക്കിൻ്റെ അന്ന് വൈകുന്നേരം ആകുമ്പോഴത്തേക്കും ശബരി പീഠത്തിലെത്തി അവിടെ നിന്ന് പിന്നെ
മേൽശാന്തിയും തന്ത്രിയൊക്കെ ഇത് ഏൽപ്പിച്ച് വേഗം ദീപാരാധന നടക്കും. ഈ ദീപാരാധന തൊഴാനായിട്ട് ആയിരങ്ങളല്ല ലക്ഷങ്ങൾ അവിടെ ഒത്തുകൂടിയിട്ടുണ്ട്. പക്ഷേ അത് കാണാനായിട്ട് എല്ലാവർക്കും പറ്റുന്നില്ലല്ലോ. എന്തായാലും അത് ദർശിച്ചു കഴിഞ്ഞാൽ എല്ലാ കണ്ണുകളും പിന്നെ പൊന്നമ്പലമേട്ടിലേക്കാണ്. അവിടെയാണ് ചരിത്രപ്രസിദ്ധമായ മകരജ്യോതി തെളിയുന്നത്. ഈ ദീപാരാധന കഴിഞ്ഞ് നമ്മളിപ്പോൾ ഈ ചാനലൊക്കെ ഉള്ളതുകൊണ്ടല്ലേ, TV ചാനലൊക്കെ ഉള്ളതുകൊണ്ട് നമ്മൾ അവിടെ ഇല്ലെങ്കിലും വീട്ടിലിരുന്നാണെങ്കിലും നമുക്കിതൊക്കെ കാണാം. ആ മകരജ്യോതി തെളിയുന്നത് കാണാം. ഒപ്പം തന്നെ മകര നക്ഷത്രവും തെളിയും. നമുക്കറിയാമല്ലോ അയ്യപ്പനെക്കുറിച്ചുള്ള കഥ നമുക്കറിയാം. മോഹിനി സ്വരൂപനായ വിഷ്ണുവും നമ്മുടെ മഹാദേവനും അവരുടെ പുത്രനാണെന്നൊക്കെയാണല്ലോ നമ്മൾ കേട്ടിട്ടുള്ളത്. ഈ മഹാദേവനാണ് നക്ഷത്രമായി വന്ന് നിൽക്കുന്നതെന്നാണ് പറയുന്നത്. അതേപോലെ തന്നെ നമ്മുടെ മഹാവിഷ്ണു പരുന്തായിട്ട് അവിടെ എല്ലാ പ്രാവശ്യവും ഉണ്ട്. ഈ ദീപാരാധന കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്കും 3 പ്രാവശ്യം ഒരു കൃഷ്ണപ്പരുന്ത് വട്ടമിട്ട് പറക്കും. അത് നമ്മുടെ മഹാവിഷ്ണുവാണെന്നാണ് പറയുന്നത്. അപ്പം അച്ഛനും അമ്മയും ഈ ഉണ്ണിയെ കാണാനായിട്ട് അവരും വരുന്നുണ്ട്. എന്ത് ഉദാത്തമായൊരു സങ്കല്പമാണില്ലേ. പന്തളത്ത് രാജാവ് ആഭരണമൊക്കെ കൊടുത്തു വിടുന്നു, അമ്മയും അച്ഛനും അവരും കാണാൻ വരുന്നു. ഇത്രയും കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഈ മകരജ്യോതി ദർശിച്ചു, ഇതെല്ലാം കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ എല്ലാവരും ഭക്തരെല്ലാം ഇങ്ങനെ എത്രയും പെട്ടെന്ന് അവിടെ നിന്നിറങ്ങും. ഭയങ്കര തിരക്കൊക്കെ ആയിരിക്കും, നമുക്കറിയാമല്ലോ. പിന്നെ ഒരു കാര്യം കൂടെ പറയാനുണ്ട്. ഈ അയ്യപ്പൻ്റെ ആ സമാധി സ്ഥാനം, അത് നമ്മുടെ അമ്മയുണ്ടല്ലോ, മാളികപ്പുറത്തമ്മയുടെ അടുത്താണെന്നാണ് പറയുന്നത്. മണിപീഠമെന്നോ എന്തോ പറഞ്ഞുകൊണ്ടാണത്. അവിടെ ഇദ്ദേഹത്തിൻ്റെ സമാധി സ്ഥാനം, ആ ദിവ്യ തേജസ്, അദ്ദേഹത്തിൻ്റെ ആത്മാവ് നേരത്തെ തന്നെ ഉണ്ടായിരുന്ന ധർമ്മശാസ്താവിലേക്കും ലയിച്ചു. ഇതെല്ലാം കഴിഞ്ഞു. പിന്നെ ഇനി അടുത്ത വർഷം മകരവിളക്കിനായിട്ട് കാത്തിരിപ്പാണ്. ഒരു ചടങ്ങും കൂടി അവിടെ നടക്കാറുണ്ട്. ഇതെല്ലാം കഴിഞ്ഞ് രാത്രിയാകുമ്പോൾ നമ്മളുടെ മാളികപ്പുറത്തമ്മ സകല വാദ്യമേളങ്ങളോടും ഒക്കെ കൂടി തീവട്ടിയൊക്കെ ആയിട്ട് നേരെ അയ്യപ്പസ്വാമിയുടെ അടുത്തേക്ക് പോവുകയാണ്. അങ്ങോട്ട് കയറി ചെല്ലില്ല, 18-ാം പടിയുടെ താഴെ നിൽക്കും. എന്നിട്ട് ചോദിക്കും, കന്നി അയ്യപ്പന്മാരുണ്ടോ എന്ന് ചോദിക്കും. അപ്പം അവിടെ നിന്ന് ഉത്തരം വരും, ശരംകുത്തിയിൽ നോക്കിയാൽ പോരെയെന്ന്. കാരണം അവിടെ ശരംകുത്തി ആലിയിൽ നോക്കിയാൽ പോരെയെന്ന്. എന്നിട്ട് വേഗം അവിടെ നിന്ന് തിരിച്ച് ശരംകുത്തിയാലിൻ്റെ സമീപത്തെത്തും. അതിൽ നിറച്ച് ശരം കുത്തിയിരിക്കുന്നത് കാണും. പിന്നെ ഒന്നും മിണ്ടാതെ വിളക്കൊക്കെ കെടുത്തി ആഘോഷങ്ങളൊക്കെ നിർത്തി തിരിച്ച് അമ്മയുടെ സന്നിധിയിലേക്ക് തന്നെ മടങ്ങും. അങ്ങനെ ഈ ഒരു വർഷത്തെ തീർത്ഥാടനം അവസാനിക്കുന്നു. എങ്കിലും ഇന്നും അയ്യപ്പസ്വാമി, ശരിക്കും പറഞ്ഞാൽ കേരളത്തിലെ ഈ അയ്യപ്പൻ എന്നുള്ള സങ്കല്പമുണ്ടല്ലോ, നമുക്കെല്ലാവർക്കും വളരെ മനസ്സിലങ്ങനെ എല്ലാ ദേവന്മാരും അത് കേട്ടോ. ഇപ്പം കൃഷ്ണനാണെങ്കിലും വിഷ്ണു ആണെങ്കിലും മഹാദേവനാണെങ്കിലും എല്ലാവരും അത്. പിന്നെ നമ്മളൊരൊറ്റ കാര്യം ഓർത്താൽ മതി, ഇവരൊന്നും അന്യരല്ല. ഇപ്പം ഞാൻ അയ്യപ്പനെ ഇത് പ്രാർത്ഥിക്കുന്നത് കൊണ്ട്, ഇല്ലെങ്കിൽ അയ്യപ്പനാമങ്ങൾ ചൊല്ലുന്നതുകൊണ്ട് ഇത് വിഷ്ണുവിന് ഇഷ്ടക്കേട് വരുമോ? കാരണം ഞാനൊരു വിഷ്ണു ഭക്തയാണ്, കൃഷ്ണഭക്തയാണ്. അങ്ങനെയൊന്നും വിചാരിക്കേണ്ട. എല്ലാം ഒന്ന് തന്നെയാണ്. ആ അയ്യപ്പസ്വാമിയെ മനസ്സിൽ നിരൂപിച്ചുകൊണ്ട് എല്ലാവിധ അനുഗ്രഹങ്ങളും തത്വമസി ഇല്ലേ, ഞാൻ നീയാകുന്നു എന്ന് പറയുന്ന ബാക്കി ഏതെങ്കിലും ദൈവത്തിന് അതുണ്ടോ? ആരെങ്കിലും ആ സ്വാമിയുടെ പേര് ഭക്തന്മാർക്ക് മുഴുവനും ഇടാറുണ്ടോ? ആ ചൈതന്യത്തെ നമുക്ക് ആവാഹിച്ചുകൊണ്ട് നമ്മളിൽ എല്ലാവിധ അനുഗ്രഹങ്ങളും ചൊരിയണം എന്ന് മാത്രം പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.